വാട്സപ്പിലാർക്കുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയൊരു ട്രാവൽ ബ്ലോഗ് പോലെയാണ് ചെയ്യാൻ പോണത്. ട്രാവൽ ബ്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് കൊല്ലത്താണ് പോകാൻ പോണത്. കൊല്ലത്ത് എന്തിനു പോകാൻ പോകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ശങ്കരിയില്ലേ, ശങ്കരിയുടെ ബർത്ത്ഡേയുടെ ഫംഗ്ഷനാണ്. ചെറിയൊരു ഒരു ഗെറ്റ് ടുഗെദർ അങ്ങനെയൊക്കെ. ഇന്ന് മാർച്ച് 9 ഫെബ്രുവരി 24 ആയിരുന്നു ശങ്കരിയുടെ ബർത്ത്ഡേ. പക്ഷേ എന്തോ നമ്മുടെ ഒരു റിലേറ്റീവ് മരിച്ചുപോയി. അപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം മാർച്ച് 9 എല്ലാവരും മാമനും അമ്മയും ഞാനൊക്കെ ഉണ്ട്. അപ്പം വിചാരിച്ചു അപ്പം കേക്കൊക്കെ മുറിക്കാമെന്ന്, ഇന്ന് കേക്കൊക്കെ മുറിക്കാമെന്ന്. എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, +1 കഴിഞ്ഞ് +2 കഴിഞ്ഞായി. അപ്പോൾ അങ്ങനെ നമ്മൾ കൊല്ലത്ത് പോയാണ് ശങ്കരിയുടെ ബർത്ത്ഡേക്ക്. ഫൺ വ്ളോഗായിരിക്കും, ചെറുതായിരിക്കും, ഫണ്ണായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരെ വീട്ടിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ ഗിഫ്റ്റ് എന്താ അമ്മക്ക് ഗ്യാസ് അടച്ചോണ്ട് സംശയം. ഗ്യാസ് നോക്കിയിട്ട് വരാം. ഗ്യാസ് അടച്ചിട്ടുണ്ട്. തിരിച്ച് പോകാം. ഒരു സംശയം, ചായ ഇട്ടിട്ട് എനിക്ക് ഗ്യാസ് അടച്ചൊരു സംശയം. ഓക്കെ ആയിട്ടുണ്ട്. നേരെ കണ്ടിന്യൂ ചെയ്യാം. വാങ്ങിക്കാൻ നിർത്തി. കരിക്കൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കരിക്ക വെച്ചോണ്ട് മാമു ഓപ്പോസിറ്റ് കടയിൽ പോയി വടയും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി. പാൻറ്റിൽ ചെറിയൊരു കീറലും പാൻറ്റിൽ. ഇത് വെച്ച് അവിടെ ചെന്ന് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ട് എന്തായാലും ശങ്കരിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് മാവ് വാങ്ങിക്കണം. അതിൻ്റെ കൂടെ എനിക്ക് ചെറിയ പാൻറ്റ് കൂടെ വാങ്ങണം. കാരണം ഞാൻ പാൻറ്റ് കയറിപ്പോയി. അവിടെ ഞാൻ എന്തോ എവിടെ വച്ച് ഞാൻ വീഡിയോ എടുക്കാൻ പോയതാണ്. ഒരു സ്ഥലത്ത് വെച്ച് വീഡിയോ എടുക്കാൻ ഇങ്ങനെ നിന്നപ്പോൾ നോക്കിട്ട് പനച്ചിക്കാട് പോയ അതേ വഴിയാണ്. ഉറങ്ങാൻ പോവുകയാണ്. ഇനി ടെക്സ്റ്റൈൽ എത്തിയിട്ട് കാണാം. ടെക്സ്റ്റൈൽ ഇപ്പോൾ പാൻറ്റ് വാങ്ങിക്കുമ്പോൾ കാണാം. ഇത് പാൻറ്റ് ഇട്ടിട്ട് കാണാം. കുറച്ച് ഉറങ്ങിയിട്ട് കാണാം. ഫോൾട്ട് എടുത്തിരിക്കുകയാണ്. ഏതോ ഒരു കട, ഏതോ ഒരു അലങ്കാർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസിൻ്റെ ഒരു കടയിലെ പാർക്കിങ്ങിൽ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ വണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അകത്ത് അമ്മൂമ്മ ഉണ്ട്. മാമന് ശങ്കരിക്ക് ഇതൊരു ഗിഫ്റ്റൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ശങ്കരിക്ക് ഒരു പാവാടയും ബ്ലൗസും മാമ വാങ്ങിച്ചിട്ട് വരും. മാത്രമല്ല എനിക്ക് പാൻറ്റ് വാങ്ങണം. എങ്ങനെ സംഭവിക്കണമെന്ന് പണ്ടെങ്ങാണ്ട്, അതായത് കുറച്ച് ദിവസം മുമ്പ് അങ്ങോട്ട് ചെറിയൊരു കീറൽ പറ്റിയാണ് സിനിമ എങ്ങാണ്ടോ കാണാൻ പോയപ്പം. പിന്നെ അതിന് ശേഷം ഇന്ന് ഞാൻ നമ്മുടെ കരിക്ക് കൊടുക്കാൻ പോയ കടയിൽ വലിയൊരു ഇത്രയുള്ളൊരു മണ്ണ് കൂട്ടിയേക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം അവിടെ കയറി ഇന്നൊരു വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ നിന്നപ്പം അത്രയും കീറിപ്പോയി. എനിക്കെങ്ങനെ ചെന്ന് കയറാൻ ഒരു എനിക്ക് ടെക്സ്റ്റൈലിലേക്ക് സൈസിന് പാൻറ്റ് വാങ്ങിക്കാൻ പോലും പറ്റൂല എനിക്കിപ്പം. ഇപ്പോൾ ഏതൊരു പാർക്കിങ്, ഏതൊരു ഓണം കയറാൻ പോലെ നിൽക്കുകയാണ് ഞാൻ. ഇവിടെ വെച്ച് തന്നെ നീ പാൻറ്റ് മാറ്റണം. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാക്ക് അത്രയും കാണാൻ എന്നുവെച്ചാൽ ഫുള്ള് കയറി. എനിക്ക് ഇറങ്ങി കഴിഞ്ഞു. എന്തോ ചെയ്യാൻ ഇനി നല്ല പാൻറ്റായിരുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ പാൻറ്റ് വാങ്ങിക്കണം. പുതിയ പാൻറ്റ് വാങ്ങിക്കാൻ അമ്മയും അമ്മനും പോയിട്ടുണ്ട് താഴെ. അപ്പോൾ ഇനി പാൻറ്റ് വാങ്ങിച്ചിട്ട് ആ ലോറിയുടെ ബാക്കിൽ നിന്ന് മാറാം. ഇനി മാറാം. അതുവരെ ഇവിടെ എന്തെങ്കിലും ടൈം പാസ് ചെയ്ത് നോക്കാം. നല്ല സ്ഥലം ഗൈസ്, നല്ല സ്ഥലം. നമുക്കിവിടെ എന്തെങ്കിലും ടൈം പാസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സ്ഥലത്തിൻ്റെ ഭംഗി കാണിച്ചില്ല. നല്ലൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു
നല്ല ക്ലിയർ ഡേയുമാണ്, വെയിലുണ്ട്, അത്യാവശ്യം നല്ല മഴയൊന്നും ഇല്ല. അതുകൊണ്ട് കാണാൻ കൊള്ളാം. അടുത്ത് സ്പോർട്ടിക്കോ ടർഫ് ആൻഡ് അക്കാഡമി ഉണ്ട്. നമ്മൾ അയ്യൂരിലാണ്, അയ്യൂർ അങ്ങനെ സ്ഥലത്തിലാണ്. ഇപ്പോൾ അയ്യൂരിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ അയ്യൂരിലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ വണ്ടി അതിൻ്റെ തമ്മുണ്ട്. നമുക്ക് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭംഗി കാണിച്ചു തരാം. അവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ, കാണിച്ചു തരാം. ഇതുണ്ട്, അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ടെൻഷൻ എന്ന് പറയുമ്പോൾ സൈസാണ് പാൻറ്റിൻ്റെ. അത് എനിക്കൊരു അറിഞ്ഞുണ്ട് എൻ്റെ പാൻറ്റിൻ്റെ സൈസ് എത്ര എന്ന് വെച്ചാൽ നോർമലി തന്നെ. പക്ഷേ എനിക്ക് ഓർമ്മയില്ല എൻ്റെ സൈസ് എത്രയെന്ന്. ഇപ്പം ഇതുകൊണ്ട് ഇനി ടെക്സ്റ്റൈൽസിലേക്ക് ട്രയൽ റൂം ഇപ്പോൾ ഇട്ട് നോക്കാന്ന് വെച്ചാൽ അതും പറ്റില്ല. അത്ര അവസ്ഥയാണ് ഇപ്പം. അപ്പം ഞാൻ നോക്കി എടുത്തോണ്ടിട്ടുണ്ട്. ഇപ്പം അത് എത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കിട്ട് ഇപ്പോഴത്തെ ടെക്സ്റ്റൈലിൻ്റെ അടുത്ത് തന്നെ ആൻഡ് എത്തിയില്ലെങ്കിൽ തിരിച്ച് അപ്പം തന്നെ തിരിച്ചു കൊടുക്കാം. അങ്ങനെ നോക്കിട്ട് പിന്നെ ഉണ്ടോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. എനിക്ക് താടി മുളച്ചുണ്ട്, താടി മുളച്ച് ഇവിടെയൊക്കെ വന്നു, ഇവിടെയൊക്കെ വന്നു താടി മുളച്ച്. മീശ വന്നേ ഇല്ല. ഇവിടെ 2 രൂപ മുളച്ച് ഇങ്ങനെ പൂടെ പോലെ ഇവിടെ ഇത്തിരി മുളച്ച് 2 എണ്ണം. ഇപ്പം മക്ക് താടിയെ പോലെ ഇവിടെ മാത്രം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടത്. ഇപ്പോൾ ഇരിക്കുകയാണ് വണ്ടി. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് എനിക്ക് ഓടിക്കാൻ കിട്ടും, ലൈസൻസൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഇരിക്കേണ്ട ഇതുവരെ വന്നില്ല. 1/2 മണിക്കൂർ കൂടുതലായി. എനിക്ക് ബാൻഡ് ആയിരുന്നെങ്കിൽ ഇന്നും കിട്ടിയാണ്. പക്ഷെ ശങ്കരിക്ക് ഇനി ആടെ ബ്ലൗസും കൂടെ വാങ്ങിക്കണം. അപ്പോൾ അത് സമയം എടുക്കും. ഇപ്പോൾ വരുമായിരിക്കും. പിന്നെ ഈ സ്ഥലം ഇരിക്കണ ഞാൻ പറയാൻ പറഞ്ഞു. ഈ സ്ഥലം ഇരിക്കണ ഞാൻ ഈ സുന്ദര സ്ഥലം എന്ന് പറഞ്ഞില്ല. ഈ സ്ഥലം ഇരിക്കണ വലിയ മല പോലത്തെ തേരിയിലാണ്. ഈ വണ്ടി വരെ കയറാൻ പാടുപെട്ടു ആ തേരിയിൽ. ആ തേരിലാണ്. ഇനി ആ തേരിയിൽ മാമും അമ്മയും കൊണ്ട് ഇനി എങ്ങനെ കയറി വരുമോ എന്തോ. ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്. സ്കൂളിൽ പോകുമ്പോഴൊക്കെ തിരിച്ച് വെളിയിൽ നിൽക്കുമ്പോൾ കാലൊക്കെ കാലിന് ചൂടെടുത്ത് കാലിന് പുകയൊക്കെ വരാറുണ്ട് എനിക്ക്. അപ്പോൾ ഭയങ്കര ചൂട്. ഓക്കെ, അപ്പോൾ ഇനി വരുമ്പം എന്നിട്ട് മാറ്റിയിട്ട് കാണാം. നല്ല കാറ്റ്. വെള്ളവും തയ്ച്ചു വയ്യ. തീരെ വയ്യ. മാമ എത്തി. പുതിയിട്ടിട്ട് വരാം. ടെക്സ്റ്റൈൽസ് നമ്മൾ പാൻറ്റ് വാങ്ങിച്ചിട്ട് തിരിച്ചിട്ടുണ്ട്. കുറേ നാളായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറൊക്കെ ആയി. പുതിയ പാൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുന്ന് വെള്ളം വാങ്ങിച്ചിട്ട് ഇപ്പോൾ പോവുകയാണ്. കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കര റോഡിലൂടെയാണ് പോകണം. കാരണം കൊല്ലത്ത് എന്തോ ബ്ലോക്കാണ്. അപ്പോൾ കൊട്ടാരക്കര റോഡിൽ കൂടെയാണ് കൊല്ലത്ത് പോകണം, തേവലക്കര. അപ്പം അവിടെ ഇനിയിപ്പം എത്താറാകുമ്പം പിന്നെ നമുക്ക് സംസാരിക്കാം. വെള്ളം വാങ്ങിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞില്ല. ശങ്കരിക്ക് എന്തോ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ബേക്കറി കയറിയിട്ടുണ്ട്. എന്തോ ചെറിയ ചോക്ലേറ്റ് വാങ്ങിക്കാൻ. അതെ, സ്നാക്സ് എല്ലാം വാങ്ങിക്കാൻ കയറിയാണ്. മറ്റേ ഇപ്പോൾ ഒരു 3/4 മണിക്കൂറിൻ്റെ ജേർണി കൂടെ ഉണ്ട്. 3/4 മണിക്കൂറിൻ്റെ ജേർണി കൂടെ ഉണ്ട്. മാപ്പ് സൈഡിൽ മൾട്ടി ടാസ്ക് ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി കാണാം. ഇത്രയുടെ സമയം ബാക്കിയുള്ളൂ. നമ്മൾ കരളി ജംഗ്ഷൻ എത്തിയിട്ട് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ശങ്കരിയുടെ വീടെത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കും ശങ്കരിയുടെ വീടെന്ന്. അപ്പം നമ്മൾ ഇത്രയും നേരം കാണിച്ചിട്ടുള്ള ശങ്കരിയുടെ ഫ്ലാറ്റാണ്. ഇത് ശങ്കരിയുടെ തറവാടുള്ള സ്ഥലമാണ്. തേവലക്കര എന്നാണ് പറയുന്നത്. തേവലക്കരയാണ് സ്ഥലം. ഓക്കെ, അപ്പോൾ ഇത് ശങ്കരിയുടെ തറവാടാണ്, കൊല്ലത്തെ. നിങ്ങൾക്ക് അറിയാമോ കാണിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഓക്കെ. അപ്പോൾ ഇതാണ് സ്ഥലം. നമ്മൾ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും മീൻ കറിയും മീൻ ഫ്രൈയും അടിപൊളി തന്നെയായിരുന്നു. ശരിയായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഇവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്നിരിക്കുകയാണ്. ശങ്കരിയുടെ റൂമിലിരിക്കുകയാണ്. ഓക്കെ.
അപ്പോൾ അവന് ബാക്കി എന്നെ കൊണ്ട് കാണാം. അങ്ങനെ ഇത് കഴിച്ച് എണീറ്റില്ലാന്ന് തോന്നുന്നു. ഇല്ല, അവളിതുവരെ എണീറ്റില്ല. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ശങ്കർ ഇതായിരുന്നു. ഇവരാരെന്ന് അറിയണ്ടേ? ഇവരെന്ന് പറയുമ്പോൾ മനോജ് അച്ഛൻ്റെ ചേച്ചിയുടെ മക്കളാണ് അല്ലേ? മനോജിന്റെ ചേച്ചിയുടെ മക്കളാണ് ലിജു ചേച്ചിയും ബാബു ചേച്ചിയും. രണ്ടുപേരും കോളേജിൽ പഠിക്കാണ്. ജസ്റ്റ് ഒന്ന് ഈ ഗെയിം പോലെ കളിക്കാണ്. മറ്റേ ബലൂൺ വെച്ചിട്ട് ടെന്നീസ് പോലത്തെ സംഭവം. ബ്ലൂ ആണ്. എന്തെങ്കിലും ചേച്ചിയുടെ വൈറ്റ് ബലൂൺ ആണ്. ഓണത്തിനാണ് പുട്ട് വച്ച നിർത്താൻ അവിടെ ആപ്പ്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ഇടയിൽ ആവേശത്തിൽ ഞാൻ ബലൂണിനെ അടിക്കാൻ നോക്കിയപ്പം മുകളിൽ കർട്ടൻ വെച്ചിരുന്ന കമ്പീനെ ഞാൻ അടിച്ചറിയാതെ എൻ്റെ തലയിൽ തന്നെ വന്ന് വീണ്. കഷ്ടപ്പെട്ട് വെച്ചതാണ് ഇത് കയറി എന്റെ കഷ്ടപ്പാടാണ്. നല്ല ഒന്ന് ഫൈനലി ബർത്ത്ഡേ കേക്ക് ആവുകയാണ്. മീമിയാണ് ഉണ്ടാക്കിയത് സ്കൂളിൽ. സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചതാണ്. കേക്ക് മീമിയാണ്. കേക്ക് മീമി ഉണ്ടാക്കി. ഡ്രസ്സിങ് കേക്ക് എന്തെല്ലാം ഉണ്ടാക്കും. ഞാൻ പോയാണ്. എന്തോ അറി എൻട്രി സീന് കോസ്റ്റ്യൂമാണ്. ഇതുള്ള പട്ടി അച്ഛ പതിയെ പോ, ഞങ്ങളും കൂടെ വരട്ടെ. പട്ടീനെ കിടക്കുന്ന സ്ഥലം. സോ ഇതാണ് ഞങ്ങൾ ഒരു സൈഡ് ഓഫ് ദ ഇത് ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക. ഇത് യൂട്യൂബ് ചാനൽ വീഡിയോ എടുക്കും. അതെന്തോ സാധാ പോ വെണ്ടയ്ക്ക. മുളക് കാണിച്ചുതരാം. ഇതൊക്കെ കാന്താരിന്റെ ഇലയാണ്.
ഓറഞ്ച് ബ്രിഞ്ചോൾ മുളക് മുളക് അതൊക്കെ പാളിപ്പോയത്. അതൊക്കെ പാളി. അതല്ല ഞാനും പറയണേ, അത് എൻ്റെ റോഡിൽ കൂടെ പോവാ. പണ്ടൊരു പട്ടി പെറ്റ് കൊച്ചുങ്ങളെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് മരിച്ചും പോയി. നാരങ്ങ, വാഴ, ഇഞ്ചി. സൂക്ഷിച്ചുള്ള കുരികളും ഒക്കെ ഉണ്ട്. നമുക്ക് കമ്പിയുണ്ട്, കുരികളുണ്ട്. പയറുണ്ട്. നമുക്ക് അടുക്കുന്നുണ്ടോ? ഇതിന്റെ ഇടയിൽ കുറെ കമ്പികൾ കാണും. പാവയ്ക്ക കാണിച്ചു കൊടുക്ക. കാണിച്ചു ഞങ്ങള് ഇഷ്ടപ്പെട്ട സംഭവത്തിന് ഇത് കണ്ട എന്റെ പഴയ പിസാസിലെ ഇവിടെ എത്തി അത് കളയണം അച്ചെടുത്ത്. അപ്പം ദേഷ്യം തൊട്ടാവാടി കാണിച്ചത്. അത് തൊട്ടാവാടി പട്ടി പട്ടി സ്കേക്കറോ വെച്ചേക്കണോ? ഇത് വെച്ചേ ഞാൻ ഇന്നാ കണ്ടത്. കുട്ടിയാണെങ്കിൽ നേരെ എടുത്ത് കാണിക്കും. ഇത് കണ്ട കോട്ടൻ കാണിച്ചൂടെ? നീ അതൊക്കെ കിടക്കണ കോട്ടനാ, വെള്ളയായി. ഇതാണ് ഞാനും അമ്മയും കൂടി ചെയ്ത റോഡ്. പണ്ട് ഞാൻ എന്നും രാവിലെ LKG അപ്പോൾ കുളിച്ച് ഒരുങ്ങി വരും അമ്മൂമ്മേൻ്റെ കൂടെ വെളിയിൽ ഇറങ്ങി വരും. ഇവിടെ ചാണകം ഉണ്ടായിരുന്നു, ഞാൻ അറിയാതെ അതിലോട്ടങ്ങ് വീണുപോയി. LKG ഇത് സമുദ്രം തൂങ്ങിയാലും അത് പൊട്ടി വീഴത്തില്ല. എനിക്ക് തൂങ്ങാൻ പറ്റില്ല. ഞാൻ തൂങ്ങിയിട്ടുണ്ട്, തൂങ്ങിയാലും വീഴത്തില്ല. പുളി അച്ഛൻ പോവല്ലേ? ഇത് കണ്ടോ ഇത്തിരി ഇരിക്കപ്പം നോക്കിയാ മരം കയറണ ശങ്കരി കൊള്ളാവോ? ഞാൻ കയറാം, ഇതിൽ കയറാം. പക്ഷെ എനിക്കിപ്പം ഈ ചെരുപ്പ് കിട്ടണം. ഞാൻ കയറണം. അത് ആദ്യം ചവിട്ടി ഞാൻ ഇപ്പുറത്തോട്ടി. രണ്ടാമത്തെ ചവിട്ടി. ആദ്യം പിടിച്ചോ. ആദ്യം പിടിച്ച് കേറ്. വീഴത്തില്ല, വീണാലും നല്ല ഫ്രഷ് കേറ്. ഇത്ര പേടിത്തോണ്ടാവല്ലേ. ഇത്രേ കയറിയിട്ടുള്ളൂ, എനിക്ക് ഇതിനേക്കാളും കയറാൻ പറ്റുമോ? ഇതിനും കൂടി ഇരിക്കാൻ പറ്റുമോ? ബൊഗെയിൻവില്ല കണ്ടോ? പേപ്പർ പോലെയല്ലേ ബൊഗെയിൻവില്ല. പിന്നെ അത് കണ്ട ഗൈസ്, നിങ്ങൾ ഞെട്ടിപ്പോവും. ഇതിലൊരു വലിയ ഹിസ്റ്ററി ഉണ്ട്. യെസ്, ഇതത് തന്നെ. ഞാൻ ട്രാപ്പായ അന്നത്തെ എൻ്റെ അംബാസഡറിൻ്റെ റിവ്യൂ ഇട്ട അതേ കാറാണ് ഗൈസ് ഈ കിടക്കണത്. നോസ്റ്റു ഭയങ്കര കളിക്കുന്നുണ്ട്. നോസ്റ്റു ഇതിൽ സ്ലോ മോഷൻ കിട്ടൂലടി, പഴയതിൽ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നമ്മളടുത്ത് ടാറ്റ ഇറങ്ങി ഇപ്പം ഇറങ്ങും. ഓക്കെ, ഇനി ഒരു കാർ റേസ് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ പിന്നെ എപ്പോഴെങ്കിലും കാണും നിങ്ങൾ. ഓക്കെ, ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് എത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര എത്താറായി. തിരിച്ച് കൊട്ടാരക്കര വഴിയാണ് പോകുന്നത്. പറഞ്ഞില്ലേ, തിരിച്ച് കൊട്ടാരക്കര എത്താറായി. അതുവഴി തിരിച്ച് വീട്ടിൽ പോകും. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ തിരിച്ച് വീടെത്തും. അത് ജസ്റ്റ് ഒരു 10 സെലിബ്രേഷൻ നമ്മളിത് കാണിക്കാനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറിയൊരു വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് കാണാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. ഞാൻ പറ്റുമെങ്കിൽ ഹാൻഡിൽ താഴെ കൊടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ നോക്കാം. അപ്പോൾ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് കാണാം.